എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. ബഹ്റൈനിൽ ഇന്ന് ഹോളിഡേ ആണ്. അപ്പോൾ പതിവ് പോലെ ഞങ്ങൾ വൈകിട്ട് പുറത്തേക്ക് ഇറങ്ങി. നമ്മളിന്ന് പോകുന്നത് ബഹ്റൈനിലെ ഒരു സൂക്കിലോട്ടാണ്, മുഹറക്ക് സൂക്ക്. സാധാരണ സൂക്കിലേക്ക് പോകുന്ന വഴിയല്ല കേട്ടോ അത്. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങി സ്ട്രേറ്റ് പിടിച്ച് ഞങ്ങൾ സൂക്കിലെത്തും. പക്ഷേ ഇന്ന് ഞങ്ങളൊരു വളഞ്ഞ വഴി സ്വീകരിച്ചേക്കാണ്. ഈ കാണുന്ന പ്ലേസ് ഉണ്ടല്ലോ, ഇത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വഴിയിലോട്ട് ഞങ്ങൾ തിരിഞ്ഞത് കേട്ടോ. ഈ കാണുന്ന സ്ഥലത്തിനെയാണ് ഗല്ലികൾ എന്ന് പറയാം. മൊഹറക്കിൽ ഇതുപോലുള്ള ഗല്ലികൾ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ഒരുപാട് പഴയ ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം. ഈ റൂംസ് ആണ് കേട്ടോ, അതിലെല്ലാം താമസക്കാരും ഉണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയ റോഡാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഗല്ലി വഴി പോകുമ്പോൾ നമുക്ക് റോഡ് വഴി തെറ്റിപ്പോവാൻ ഒരുപാട് ചാൻസസ് ആണ് കേട്ടോ. കാരണം എല്ലാം നമുക്ക് കാണുന്ന ഒരേപോലെയുള്ള വഴികളാണ്. കാരണം നമുക്ക് പരിചയമില്ലാത്തവർ ഈ വഴിയിൽ പെട്ടു തന്നെയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു സമയത്ത് ഗല്ലി വഴി പോകുമ്പോൾ ഞങ്ങൾക്ക് അധികം പോയിട്ട് പരിചയമില്ലാത്തൊരു സ്ഥലമായിരുന്നു അത്. ഞങ്ങൾ ഒരുപാട് അലഞ്ഞു. ഞങ്ങൾ മെയിൻ റോഡിൽ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞു കേട്ടോ. ബഹ്റൈനിൽ ഇങ്ങനെ ഒരു പ്ലേസും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോഴല്ലേ ഇതൊക്കെ മനസ്സിലാവുന്നത്. നമ്മുടെ സങ്കല്പത്തിലുള്ള ഗൾഫൊന്നും ഇങ്ങനൊന്നും അല്ലല്ലോ. മാനം മുട്ടി നിൽക്കുന്ന ബിൽഡിങ്ങുകളും പിന്നെ വണ്ടികൾ ചീറിപ്പായുന്ന റോഡുകളും മരുഭൂമികളൊക്കെ അല്ലേ. ഇങ്ങനെ ഒരു പ്ലേസ് ഞാൻ എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗല്ലിയുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് സൂക്കിൻ്റെ പരിസരത്ത് എത്തിയിട്ടോ. ആ സൂക്കിൻ്റെ വഴിയിലാണ് ഇപ്പോൾ. നമുക്കിനി സൂക്കിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ. നമ്മൾ ഈ സൂക്ക് എന്ന് വെച്ചാൽ ചന്ത എന്ന അർത്ഥം വരുന്നൊരു വാക്കാണ് കേട്ടോ സൂക്ക് എന്നുള്ളത്. ഈ സൂക്കിൽ വലിയ ബിൽഡിങ്ങുകൾ, വലിയ ഷോപ്പുകൾ അങ്ങനെ പറയാനൊന്നുമില്ല. ഒക്കെ അങ്ങനെ ചെറിയ ഷോപ്പുകളാണ് കേട്ടോ. ഇപ്പം നമ്മൾ നടന്നു പോകുന്നത് ഗോൾഡ് സൂക്കാണ്. ഈ റോഡിൻ്റെ ഈ രണ്ട് സൈഡ് ഭാഗത്തും മൊത്തം ജ്വല്ലറികളാണ് കേട്ടോ. ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയ കാരണം മിക്ക ഷോപ്പുകളൊന്നും ഓഫാണ്. ചില ഷോപ്പുകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ അതേ ഇവിടെ നോട്ടിട്ടാണ് കേട്ടോ ഈ ഷോപ്പുകളുടെ സ്റ്റാർട്ടിങ്. ആദ്യം തന്നെ ക്ലോത്തിൻ്റെ ഒരു ഷോപ്പാണ്. ഇവിടെ വലിയ ഷോപ്പുകളെന്നൊന്നും പറയാനില്ല. എല്ലാം അങ്ങനെ ചെറിയ രീതിയിൽ ചെറിയ ഒരു ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഇനി സൂക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബഹ്റൈനിലെ ഒരു ഓൾഡസ്റ്റ് സൂക്കാണ് കേട്ടോ. അവരുടെ പുരാതന കാലം മുതലേ തൊട്ടുള്ള ഒരു സൂക്കാണിത്. എല്ലാ വക സാധനങ്ങളും കച്ചവടം ചെയ്യുവാനും മേടിക്കാനും ഒക്കെ ആയിട്ട് ബഹ്റൈനികൾ ഇവിടെയാണ് വന്നിരുന്നത്. അപ്പോൾ ഇതൊരു ഓൾഡ് സൂക്കാണ്. ഈ സൂക്കിൽ കൂടുതലായിട്ടും അവരുടെ ഒരു ട്രഡീഷണൽ ഐറ്റംസ് ആണ് കേട്ടോ കൂടുതൽ അവർ കച്ചവടം ചെയ്യുന്നത്. നിങ്ങൾ ഈ ഡ്രസ്സൊക്കെ കാണുന്നില്ലേ, അവരുടെ ഈ ബഹ്റൈനികളുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ അത് അവർ അവരുടെ ഫാമിലിയിൽ വെഡ്ഡിങ് പിന്നെ വേറെ എന്തെങ്കിലും ഫങ്ഷൻസ് എന്നീ പരിപാടികൾക്കൊക്കെയാണ് അവർ കൂടുതലായിട്ട് ഈ വക ഡ്രസ്സൊക്കെ അവർ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഈ ബഹ്റൈൻ്റെ നാഷണൽ ഡേയ്സിന് ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കുന്നത് കാണാം കേട്ടോ. നല്ല രസമാണ് കേട്ടോ അവർ ഇതുപോലെ ഇട്ടിട്ട് നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഈ വരിയിൽ കൂടുതലായിട്ടും ക്ലോത്തിങ് ഷോപ്പുകളും പെർഫ്യൂമിൻ്റെ കടകളും പിന്നെ പാത്രങ്ങളും ആയിട്ടാണ് കേട്ടോ ഈ വരി മൊത്തം ഈ ഷോപ്പുകൾ. ഇപ്പം നമ്മൾ സൂക്കിൻ്റെ ഒരു ഹൃദയഭാഗത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ നമ്മൾ ലെഫ്റ്റിലോട്ട് പോയാലും റൈറ്റിലോട്ട് പോയാലും സൂക്ക് തന്നെയാണ്. ഈ ചെറിയൊരു റോഡാണ് കേട്ടോ ഉള്ളത്. പാർക്കിങ്ങിനും ഉള്ള സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഭാഗത്ത്. ചെറിയൊരു റോഡാണ്. അപ്പുറത്തും ഇപ്പുറത്തും ചെറിയ ഷോപ്പുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി നമ്മൾ സൂക്കിലത്തെ ഓരോ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഞാൻ ഓരോ ഷോപ്പിലും കയറിയിട്ട് എടുത്തിട്ടില്ല. നമ്മൾ ഈ പോകുന്ന വഴിയിലൂടെയുള്ള കാഴ്ചകളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാം.
ഈ കാണുന്ന റൗണ്ട് തിണ്ടുണ്ടല്ലോ, ആദ്യം ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ 5-6 മാസമായിട്ടുള്ളൂ ഇതിൻ്റെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ നല്ലൊരു സൗകര്യമായിട്ടോ, കുറച്ച് നേരം ഇരുന്ന് വിശ്രമിക്കാനിരുന്ന് കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് ഇപ്പോൾ നല്ലൊരു സൗകര്യമായി അത്. ഈ കാണുന്ന അപ്പാപ്പനുണ്ടല്ലോ, ഇവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ. വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഈ പലതരത്തിലുള്ള സ്റ്റോണുകൾ, മോതിരങ്ങൾ, പേഴ്സ്, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആൾ വിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഇത്തിരി തിരക്ക് കുറവുണ്ട് കേട്ടോ. കാരണം ഇവിടെയൊക്കെ തിരക്ക് വരണമെങ്കിൽ കുറച്ച് ഇരുട്ടാവണം. കുറച്ച് 8 മണി 9 മണി ആ നേരത്തൊക്കെ ആകുമ്പോഴേക്ക് നല്ല തിരക്കാവും കേട്ടോ. പിന്നെ കൂടാതെ ഒന്ന് വെള്ളിയാഴ്ച ആണല്ലോ, അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ചയുടെ ഒരു തിരക്കും കൂടി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കൂടുതലായിട്ട് വരുന്നത് സൗദിക്കാരാണ് കേട്ടോ. അവർ പർച്ചേസിങ്ങിന് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് കൂടുതലും തിരഞ്ഞെടുക്കുന്നത് ഈ മുഹറക്ക് സൂക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സൗദിയേക്കാളും ടാക്സ് കുറവാണ് ബഹ്റിനിൽ. അതുകൊണ്ടാണ് അവർ ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കാനും ഒക്കെ ഈ സൂക്കിലേക്കാണ് വരാറ്. ഇപ്പോൾ സമയം കുറച്ചായി, നമ്മുടെ സൂര്യൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകാനുള്ള നേരമായിട്ടോ. മുഹറക്ക് സൂക്കിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ മുഹറക്ക് ബസ് സ്റ്റേഷൻ വരുന്നത്. ഇത് ഈ കാണുന്നതാണ് മുഹറക്ക് ബസ് സ്റ്റേഷൻ. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു മ്യൂസിയം വരുന്നുണ്ട്. ആ മ്യൂസിയത്തിൻ്റെ ഒരു വീഡിയോ വ്ളോഗ് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയിട്ട് കാണുക കേട്ടോ. നമ്മൾ ആദ്യം വന്നപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് കേട്ടോ നടന്നത്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലോട്ട് നടക്കാം. ഈ ഭാഗത്ത് കൂടുതലായിട്ടും ഈ ക്ലോത്തിങ് ഷോപ്പുകളാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. പിന്നെ സ്വീറ്റ്സിൻ്റെ ഷോപ്പ്, സാഫ്രോണിൻ്റെ ഷോപ്പ്, പിന്നെ മൊബൈൽ ഷോപ്പ്, പിന്നെ കുറേ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളുടെ ഷോപ്പുകൾ, അതൊക്കെ ഒരുപാടുള്ളൊരു സ്ഥലഭാഗമാണ് കേട്ടോ അത്.
കാണുന്നത് ഇവിടുത്തെ ഒരു ലൈബ്രറിയാണ് കേട്ടോ. ഈ ലൈബ്രറിയും ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു മുസ്ലിം പള്ളിയും വരുന്നുണ്ട്. ഈ റോഡ് നേരെ അങ്ങനെ പോയാലും സൂക്ക് തന്നെയാണ് കേട്ടോ. സൂക്ക് അവസാനിച്ചിട്ടില്ല, കുറച്ചും കൂടി ഒരു ഏരിയയും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് അവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ ഞാൻ ഒരു മാർക്കറ്റും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു മാർക്കറ്റാണ്. ഇവിടെ കൂടുതലായിട്ട് ഈ ബംഗ്ലാദേശികളാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. ഈ ഷോപ്പുകൾ കൂടുതലും അവരുടെ തന്നെയാണ്. അപ്പോൾ ആ കടയിലത്തെ കസ്റ്റമേഴ്സും ബംഗ്ലാദേശികൾ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് മൊത്തം ബംഗ്ലാദേശികളാണ്. അവരുടെ ഒരു കോട്ട തന്നെയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൂക്കിലത്തെ വിശേഷങ്ങളും മാർക്കറ്റിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാം. അടുത്ത ബഹ്റൈനിലത്തെ ഒരു വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ വരാം കേട്ടോ. അതുവരേക്കും ബൈ.